നമസ്കാരം. എന്തുകൊണ്ട് എങ്ങനെയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. പുതിയ സംശയങ്ങളുമായി നമ്മുടെ ഡൗട്ടി കൂടെയുണ്ട്. എന്താ ഡൗട്ടി പുതിയ സംശയം? അതെ, ഈ സിനിമകളിലെ ഓടുന്ന കാറുകളുടെ ടയർ കാണിക്കുമ്പോഴേ അത് മുന്നോട്ടും പിന്നെ നിൽക്കുകയും പിന്നെ പുറകോട്ടും പിന്നെ മുമ്പോട്ടും ഒക്കെ പോകുന്നത് കാണുന്നില്ലേ? അതെന്തുകൊണ്ടാ അങ്ങനെ തോന്നുന്നേ? അതൊരു തോന്നലാണെന്ന് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. അതിൻ്റെ കാരണമാ ചോദിച്ചത്. ശരി, ഞാൻ ചില കളിപ്പാട്ടങ്ങൾ കാണിക്കാം. ഇതാ നോക്കൂ. ഡൗട്ടി അങ്ങോട്ട് മാറിയിരുന്നേ. ഇവിടെ ഞാനൊരു കൂടും മറുവശത്തൊരു കിളിയും വരച്ചിട്ടുണ്ട്. ഇതിനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കറക്കിയാൽ എന്തായിരിക്കും കാണുന്നത്? കൂട്ടിനകത്ത് കിളി അകപ്പെട്ടതുപോലെ നമുക്ക് തോന്നുന്നില്ലേ? എന്തായിരിക്കും അങ്ങനെ കാരണം? ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഈ രണ്ട് ചിത്രങ്ങളും ആദ്യം കൂടും പിന്നീട് കിളിയും വേഗതയിൽ കാണിച്ചപ്പോഴാണ് നമുക്കങ്ങനെ തോന്നിയത്. ഇത് നമുക്ക് ഒരു ഇല്യൂഷൻ കൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു 16 സെക്കൻഡ് നേരം വരെ തങ്ങി നിൽക്കും. അതിനെയാണ് നമ്മൾ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ വീക്ഷണ സ്ഥിരത എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഈ ആദ്യം കൂടും പിന്നീട് കിളിയും കൂടെ മാറി മാറി കാണുമ്പോൾ അത് അതേ സ്ഥാനത്ത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കരുതുന്നത് എന്താണ്? അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. രണ്ടും ഒരേ ചിത്രം തന്നെയാണ് എന്ന് തോന്നിപ്പോകുന്നു. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഇത്തരത്തിൽ അനുഭവപ്പെടുന്നത്. ഇതാ മറ്റൊരു കളിപ്പാട്ടം കൂടി കാണും. ഇവിടെയും രണ്ട് ചിത്രങ്ങളാണ് ഞാൻ കാണിച്ചത്. ഒന്ന് ആദ്യത്തെ ചിത്രത്തിലെ കണ്ണ് ഒരു വശത്തേക്ക് നോക്കിയിരിക്കുന്നതും രണ്ടാമത്തെ ചിത്രത്തിലെ കണ്ണ് അതിന് നേരെ എതിർവശത്തേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. ഇവിടെ വേഗം തന്നെ അടുത്ത ചിത്രം ഞാൻ ഫ്ലിപ്പ് ചെയ്ത് വേഗം കാണിക്കുമ്പോൾ നമുക്ക് ഒരേ ചിത്രം തന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആണ്, അതിൻ്റെ തുടർച്ചയാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നു. പക്ഷേ രണ്ടാമത്തെ ചിത്രത്തിലെ കണ്ണ് മറ്റൊരു സ്ഥലത്തേക്കാണ് നോക്കിയിരിക്കുന്നത്. അപ്പം നമ്മളെന്താ കരുതിയത്? അത് ആ ചിത്രം ചലിച്ചു എന്നുള്ള മിഥ്യാധാരണ നമുക്കുണ്ടാകുന്നു. ഇത് തന്നെയാണ് നമ്മുടെ കാർട്ടൂൺ സിനിമകളിലും ചെയ്യുന്ന ടെക്നിക്ക്. ഇവിടെ രണ്ട് ചിത്രങ്ങളേ ഉള്ളൂ. പക്ഷേ ഈ കാർട്ടൂൺ ചിത്രങ്ങളിൽ ഈ ചലനത്തിന് ആവശ്യമായ അത്രയും ചിത്രങ്ങൾ വരച്ച് കൂട്ടിച്ചേർത്താണ് നമുക്ക് ആ ദൃശ്യം സാധ്യമാകുന്നത്. അത് നമുക്ക് സ്വാഭാവികമായ ചലനങ്ങളായിട്ടൊക്കെ തോന്നും എന്നുള്ളതാണ്. ഈ സിനിമയും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും സിനിമയിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് സിനിമകളിൽ നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ച പോലെ തന്നെ സ്വാഭാവികമായ കാഴ്ചയാണ് നമുക്ക് സിനിമയിൽ അനുഭവിക്കാൻ കഴിയുന്നത്. അതിനുള്ള കാരണം 24 ചിത്രങ്ങളാണ് ഒരു സമയം അത് ചിത്രീകരിക്കുകയും 24 ചിത്രങ്ങൾ തന്നെ നമ്മെ കാണിക്കുകയും ചെയ്യുന്നത്. ഇവിടെ രണ്ട് ചിത്രങ്ങളേ ഉള്ളൂ. ഈ രണ്ട് ചിത്രങ്ങൾ മാറുമ്പോൾ ആ ഒരു അസ്വാഭാവികത നമുക്ക് അനുഭവപ്പെടുന്നു. സിനിമയിൽ അത് നമുക്ക് തോന്നുകയുമില്ല. സിനിമയിൽ ചിത്രങ്ങളെല്ലാം ഒരു മോട്ടോർ ഉപയോഗിച്ചിട്ടിങ്ങനെ കറക്കി കാണിക്കുകയല്ല ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഓരോ ചിത്രവും 24 സെക്കൻഡ് നേരം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ട് കാണിച്ചിട്ട്, അതായത് പ്രൊജക്ടറിൽ ആ ലൈറ്റ് സോഴ്സിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിന്നിട്ടാണ് പോകുന്നത്. ഇങ്ങനെ വന്ന് നിന്നിട്ട് വീണ്ടും പോകും, നിന്നിട്ട് പോകും. അത് 24 സെക്കൻഡ് നേരം അത് ഈ ലൈറ്റ് സോഴ്സിൻ്റെ മുമ്പിൽ വന്ന് ഫിലിം നിൽക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ അറിയുന്നത് പോലുമില്ല. ഈ സിനിമാ തിയേറ്ററിൻ്റെ പിന്നിലൊരു നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് ഡ്രർ എന്നൊരു സൗണ്ട് കേൾക്കുന്നില്ലേ? അത് ഈ ഇങ്ങനെ വെട്ടി പോകുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ചിത്രം വന്ന് നിന്നിട്ട് വീണ്ടും പോകുമ്പോൾ ആ പോകുന്ന പോക്ക് നമ്മൾ കാണാൻ പാടില്ല. അത് കാണാതിരിക്കാൻ വേണ്ടി മറ്റൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ ലൈറ്റ് സോഴ്സ് ഈ പോകുന്ന ഈ ഫിലിം നീങ്ങുന്ന സമയത്ത് അത്രയും നേരം ആ ലൈറ്റിനെ ഓഫാക്കും. പക്ഷേ ഓഫാക്കിയിട്ട് ഓണാക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമായതുകൊണ്ട് ചെയ്യുന്നൊരു ടെക്നിക്ക് ഇതുപോലെ ഒരു ഡിസ്കിനകത്ത് ഒരു സ്ലിറ്റ് ഉണ്ടാക്കിയിട്ട്, ഇതുപോലെ ഒരു സ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് ഈ ലൈറ്റ് സോഴ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഈ ലൈറ്റ് വീഴുന്നത് ആ ഫിലിം വന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമായിരിക്കും അതിൽ കൂടി ലൈറ്റ് വരിക. ഇതൊരു പ്രത്യേക താളത്തിൽ സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ അനുഭവം ഉണ്ടാവുകയുള്ളൂ. ഞാൻ ആദ്യം ചോദിച്ച സംശയത്തിലേക്ക് വരൂ വേഗം. ചലച്ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള ചിത്രങ്ങൾ ഒരു സെക്കൻഡിൽ 24 വീതമാണല്ലോ ചിത്രീകരിക്കുന്നത്. ഈ ഒരു രംഗത്ത് ഒരു കാറ് നമുക്ക് ഓടുന്നതായിട്ട് കാണിക്കേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ ചക്രങ്ങൾ നമ്മൾ കാണും. ആ ചക്രങ്ങൾ തിരിയുകയാണല്ലോ. ഒരു സെക്കൻഡിൽ 24 പ്രാവശ്യമാണ് ആ ചക്രം തിരിയുന്നതെങ്കിൽ ആ ചക്രം തിരിയുന്നതായിട്ട് നമുക്ക് തോന്നില്ല. എന്തായിരിക്കും കാര്യം? ആ
ചക്രം കറങ്ങി തുടങ്ങുമ്പോഴെടുക്കുന്ന ചിത്രവും പിന്നീട് 24 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അടുത്ത ചിത്രം വരിക. അപ്പോൾ അതവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതേസമയം അതിൻ്റെ സ്പീഡ് ഒന്ന് കുറയുകയാണെങ്കിലോ കൂടുകയാണെങ്കിലോ ആ ചക്രം മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇതിനെയാണ് നമ്മൾ ഈ വാഗൺ വീൽ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. വാഗൺ വീൽ എഫക്റ്റ് മാത്രമല്ല, സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്നും അലിയാസിങ് എന്നും സാമ്പിളിങ് എന്നൊക്കെ ഇതിനെ പറയും. പല സന്ദർഭങ്ങളിൽ നമ്മളതിനെ അത്തരത്തിൽ പ്രയോഗിക്കാറുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലും ഇതുപോലെ പല അനുഭവങ്ങളും നമുക്കുണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഈ പഴയ ഫ്ലൂറസൻ ട്യൂബ് ലൈറ്റിൻ്റെ മുമ്പിൽ കൈ ഇങ്ങനെ വീശിക്കഴിഞ്ഞാൽ കൈ ഇങ്ങനെ വെട്ടി പോകുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാറുണ്ട്. അതുപോലെ ഫാൻ കറങ്ങുമ്പോഴും അത് മുന്നോട്ടും പിന്നോട്ടും ഒക്കെ കറങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറില്ലേ? അതെന്തായിരിക്കും അങ്ങനെ തോന്നുന്നേ? അത് AC-യിലാണല്ലോ നമ്മുടെ ട്യൂബ് ലൈറ്റുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു സെക്കൻഡിൽ 100 പ്രാവശ്യം കത്തുകയും അണയുകയും ചെയ്യാറുണ്ട്. അതെ, ഈ AC-യുടെ ഫ്രീക്വൻസി 50 ഹെർട്സ് അല്ലേ? പിന്നെ എങ്ങനെയാ 100 പ്രാവശ്യം കത്തുകയും അണയുകയും ഒക്കെ ചെയ്യുന്നത്? ശരി, നല്ല സംശയമാണ്. ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യമാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് ആണ്. ശരി, പക്ഷേ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടെ ചേർന്ന ഹാഫ് സൈക്കിളുകൾ ചേർന്നിട്ടാണല്ലോ. അപ്പോൾ ആ ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും കത്തും, എന്നിട്ട് അണയും, വീണ്ടും അടുത്ത ഹാഫ് സൈക്കിളിലും കത്തും. അപ്പോൾ 2 പ്രാവശ്യം ഒരു സൈക്കിളിൽ കത്തുകയും അണയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50 ഹെർട്സ് ആയപ്പോൾ 100 പ്രാവശ്യം കത്തുകയും അണയുകയും ചെയ്യും. അപ്പോൾ ഈ ലൈറ്റ് കത്തുന്ന സമയങ്ങളിൽ മാത്രമേ നമ്മൾ ആ ഫാനിനെ കാണുന്നുള്ളൂ. അണയുന്ന സമയം കാണുന്നില്ല. ആ അണയുന്ന സമയം ഫാൻ കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാഴ്ച നമുക്ക് അനുഭവേദ്യമാകുകയില്ല. അപ്പോൾ അതിൻ്റെ സ്പീഡ് അനുസരിച്ച് നമുക്കത് ഒരുപക്ഷെ ആ ലീഫ് മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ പോകുന്നതായിട്ട് നമുക്ക് തോന്നാം. നമ്മൾ ഈ ചില സ്റ്റേജ് ഷോകളിൽ ഈ ഡാൻസും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു ലൈറ്റ് അവർ അടിക്കും. അതായത് ഇങ്ങനെ വെട്ടി കത്തുന്ന ഒരു ലൈറ്റാണ്. അതിനെ സ്ട്രോബ് ലൈറ്റ് എന്നാണ് പറയുന്നത്. ഈ നാടകക്കാർ അതിനെ ഫ്ലിക്കർ ലൈറ്റ് എന്നൊക്കെ പറയും. അങ്ങനെ ഫ്ലിക്കർ ലൈറ്റ് അടിക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ ഇടവേളകളിൽ മാത്രമേ നമ്മൾ ആളിനെ കാണുള്ളൂ. അപ്പോൾ ആൾ ഇങ്ങനെ ചാടി പോകുന്നതായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ സ്ട്രോബ് ലൈറ്റ് തന്നെ ഉപയോഗിച്ചിട്ട് ഈ യന്ത്രഭാഗങ്ങളുടെ തകരാറുകൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഉപകരണം കണ്ടെത്തിയിട്ടുണ്ട്. അതിന് സ്ട്രോബോസ്കോപ്പ് എന്നാണ് അതിൻ്റെ പേര്. എന്ന് വെച്ചാൽ ഈ വലിയ യന്ത്രങ്ങളൊക്കെ മോട്ടോറുകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിർത്തിയിട്ട് അതിൻ്റെ തകരാറ് പരിശോധിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഈ ലൈറ്റ് അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രകാശിപ്പിക്കും. ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡ്, അതായത് ഫ്ലിക്കർ ചെയ്യുന്ന സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മോട്ടോറിൻ്റെ അതേ വേഗത തന്നെ ആ ഫ്ലിക്കറിങ്ങിനും നടക്കുമ്പോൾ നമുക്ക് ആ മോട്ടോറുകൾ നിശ്ചലമായി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് പരിശോധിക്കാം. അതുപോലെ തന്നെ ഈ മോട്ടോറിൻ്റെ സ്പീഡ് അറിയാൻ പാടില്ലാത്ത മോട്ടോറിൻ്റെ വേഗത കണ്ടുപിടിക്കാനും അതിൻ്റെ RPM കണ്ടുപിടിക്കാനും ഈ സ്ട്രോബോസ്കോപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വേറൊരു സംശയം കൂടിയുണ്ട് കേട്ടോ. ഈ പഴയ സിനിമകളിലെ ഈ ടെലിവിഷൻ രംഗങ്ങൾ കാണിക്കുമ്പോൾ ഒരു കുറുകെയുള്ള വര അതിങ്ങനെ മുകളിലേക്ക് പോകുന്ന കാണാം. അതെന്താ അങ്ങനെ കാണുന്നേ? പക്ഷെ ഇപ്പോഴത്തെ സിനിമകളിലതൊന്നും കാണത്തില്ല കേട്ടോ. നല്ല നിരീക്ഷണം തന്നെയാണ്. ഈ സിനിമകളിൽ എത്ര ചിത്രങ്ങളാണ് ഒരു സമയം ചിത്രീകരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്? 24 ചിത്രങ്ങൾ. ശരി, ഈ ടെലിവിഷൻ പരിപാടികൾക്ക് വേണ്ടി എത്ര ചിത്രങ്ങളാണ് ഒരു സെക്കൻഡിൽ ചിത്രീകരിക്കുന്നതെന്ന് അറിയുമോ? 24 തന്നെയല്ലേ? അല്ല, ഒരു സെക്കൻഡിൽ ടെലിവിഷൻ പരിപാടികൾക്ക് വേണ്ടി ചിത്രീകരിക്കുന്നത് 25 ചിത്രങ്ങളാണ്. ആ 25 ചിത്രങ്ങൾ തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ മനസ്സിലായി. സെക്കൻഡിൽ 24 ചിത്രങ്ങൾ എടുക്കുകയും കാണിക്കുകയും ചെയ്യുന്ന സിനിമയിൽ സെക്കൻഡിൽ 25 ചിത്രങ്ങൾ എടുക്കുന്ന TV കാണിച്ചാൽ ഒരു ചിത്രത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകും. ആ ഒരു ഫ്രെയിമല്ലേ അങ്ങനെ മറിഞ്ഞ് പോന്നേ? അത് തന്നെ. പക്ഷേ ഇപ്പോഴുള്ള സിനിമകളിൽ ഈ ടെലിവിഷൻ രംഗങ്ങൾ കാണിച്ചാൽ ആ ഒരു അനുഭവം ഉണ്ടാവില്ല. അതിന് കാരണം നമുക്ക് ഇതിൻ്റെ ടെക്നീഷ്യന്മാർ ഈ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ആ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന സമയത്ത് മാത്രം 25 ചിത്രങ്ങൾ ചിത്രീകരിക്കും.
എന്നിട്ട് 24 ചിത്രങ്ങളായിരിക്കും നമ്മളെ കാണിക്കുന്നത്. പക്ഷേ സ്പീഡിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടാകും, അത് നമ്മൾ തിരിച്ചറിയുക പോലും ഉണ്ടാവില്ല. അപ്പോൾ ആ പ്രശ്നം അങ്ങനെ അവർ പരിഹരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ചില പാറ്റേണുകൾ വ്യത്യസ്തമായ സ്പീഡുകളിൽ കറക്കിക്കൊണ്ട് നമ്മൾ ചിത്രീകരിച്ചാലും, നമുക്കത് സിനിമയിൽ ചിത്രീകരിച്ചാലും അതല്ലെങ്കിൽ നമ്മുടെ ടെലിവിഷന് വേണ്ടിയിട്ട് വീഡിയോ ചിത്രീകരിച്ചാലും അത് അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതുപോലെ നമ്മുടെ സിനിമകളിൽ സ്ലോ മോഷൻ കാണിക്കുന്നതിന് മറ്റൊരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് സെക്കൻഡിൽ 24 ചിത്രങ്ങൾ ചിത്രീകരിക്കുന്നതിന് പകരം അതിൽ കൂടുതൽ ചിത്രങ്ങൾ ചിത്രീകരിക്കും. എന്നിട്ട് 24 ചിത്രങ്ങളെയാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് വളരെ പതുക്കെ നീങ്ങുന്നതായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. അതുപോലെ തന്നെ ഫാസ്റ്റ് മോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് 24 ചിത്രങ്ങളിൽ കുറച്ച് ചിത്രങ്ങൾ ചിത്രീകരിച്ചിട്ട് 24 ചിത്രങ്ങൾ നമ്മളെ പ്രദർശിപ്പിക്കും. അപ്പോഴത് വളരെ വേഗതയിൽ ഓടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഡൗട്ടിക്ക് ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യമായി കാണുമെന്ന് കരുതുന്നു. മതിയായി. പുതിയ സംശയങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.